നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ മുമ്പിൽ ഒരു ലക്ഷ്യമുണ്ട്, നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങൾ എത്ര മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ചെയ്തിട്ടും അല്ലെങ്കിൽ നിങ്ങൾ നിരന്തരം ചിന്തിച്ചിട്ടും വിഷ്വലൈസ് ചെയ്തിട്ടും ഒന്നും റിസൾട്ട് കിട്ടുന്നില്ല. പലരും പറയുന്നു എനിക്കത് റിസൾട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ചിലർക്കത് വർക്ക് ചെയ്യുന്നു, ചിലർക്ക് വർക്ക് ചെയ്യുന്നില്ല. ഒരുപാട് ആളുകൾ പോസിറ്റീവായിട്ട് അവരുടെ ആഗ്രഹങ്ങൾ നേടി എന്ന് പറഞ്ഞിട്ട് എൻ്റെ പല മാനിഫെസ്റ്റേഷൻ ടെക്നിക്സിൻ്റെ വീഡിയോസിൻ്റെ താഴെയും കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ പലരും ചെയ്യാത്തതിൻ്റെ കാര്യം അവർക്ക് അത് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടാകണമെന്നില്ല. കാരണം അവരുടെ ഉള്ളിനുള്ളിലുള്ള ആ ഒരു നെഗറ്റീവ് ചിന്ത, മറ്റുള്ളവരോടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളോടുള്ള ഒരു അസൂയ, കുശുമ്പ്, വിദ്വേഷം, വാശി, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ അവരെന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അവർ നിങ്ങളെപ്പറ്റി നിരന്തരം നിങ്ങളെ ശല്യം ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളെ മാനസികമായിട്ട് തകർക്കുകയോ ശാരീരികമായി നിങ്ങളെ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ളവരായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ഉള്ളിനുള്ളിലുള്ള അവരോടുള്ള ആ ഒരു വിദ്വേഷവും ആ ഒരു വൈരാഗ്യവും ദേഷ്യവും ഒക്കെ നിങ്ങളുടെ ഉള്ളിനിങ്ങനെ നീറിക്കിടപ്പുണ്ടായിരിക്കാം. നമ്മൾ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചിലരൊക്കെ പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോട് ചെയ്ത ചില കാര്യങ്ങൾ, ഭാര്യ ഭർത്താവിനോട് ചെയ്ത കാര്യങ്ങൾ, ഇതൊക്കെ അവരുടെ മനസ്സിൽ, അല്ലെങ്കിൽ അമ്മായിയപ്പനൊക്കെ അവരോട് ചെയ്ത കാര്യങ്ങളൊക്കെ ശരിയാണ്. നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം, നമ്മളെ ഒരുപാട് തകർത്തിട്ടുണ്ടാകാം, നമ്മളെ മാനസികമായി ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടാകാം. പക്ഷേ നമ്മളിതൊക്കെ ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുമ്പോൾ ആർക്കാണ് പ്രശ്നമെന്നറിയാവോ? നമ്മളുടെ ഉള്ളിനുള്ളിൽ, നമ്മളുടെ ശരീരത്തിനോടും നമ്മളുടെ മനസ്സിനോടും നമ്മളുടെ സോളിനോടാണ്, നമ്മൾ നമ്മുടെ ആത്മാവിനോടാണ് ശരിക്കും വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മളല്ലെങ്കിൽ ഒരു ചതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ നിരന്തരം ഇത് ആലോചിച്ച്, മറ്റുള്ളവരെ കുറിച്ച് ആലോചിച്ച്, അവർ ചെയ്ത കാര്യങ്ങൾ, പഴയ നമ്മളുടെ ഓർമ്മകളൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പം നമ്മളുടെ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കാതെ പോകും. നമ്മൾക്ക് പണം ഉണ്ടാക്കണം, അല്ലെങ്കിൽ നമ്മൾക്കൊരു നല്ല ജോലി വേണം, നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെ നമുക്ക് സ്വന്തമാക്കണം, നമുക്ക് സുഖമായി സന്തോഷത്തോടെ ജീവിക്കണം. ഇതൊക്കെ നമുക്ക് നേടണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് സന്തോഷകരമായ ഒരു ജീവിതം ലഭിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് ഏതെങ്കിലും വ്യക്തികളോട്, അതിപ്പോൾ എത്ര അകന്നതായിക്കോട്ടെ അടുത്തതായിക്കോട്ടെ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തികളോട് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു നെഗറ്റീവ് ചിന്ത, അല്ലെങ്കിൽ ഒരു വൈരാഗ്യം, വിദ്വേഷവും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം പാടെ ഉപേക്ഷിക്കണം കേട്ടോ. നിങ്ങളുടെ മാനസികമായിട്ടുള്ള വളർച്ചയ്ക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്കും, നിങ്ങളുടെ ആഗ്രഹങ്ങൾ ചെറുതും വലുതും ആയിക്കോട്ടെ, ഇതൊക്കെ നേടിയെടുക്കണമെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം ഉറപ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഏതെങ്കിലും വ്യക്തികളോട് നിങ്ങൾക്ക് വൈരാഗ്യമോ ദേഷ്യമോ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു തോട്ട് ഉണ്ടെങ്കിൽ അത് ഇപ്പം തന്നെ പാടെ ഉപേക്ഷിക്കുക. നിങ്ങൾക്കിനി അവരോട് സഹകരിക്കാൻ താല്പര്യമില്ലേ? വേണ്ട, നിങ്ങൾ സഹകരിക്കേണ്ട, അവരെ വിട്ടുകളയുക. നിങ്ങൾ ഒരു കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊരു ചെറു പുഞ്ചിരിയിൽ ഒതുക്കുക. നിങ്ങൾ നല്ലതും പറയാൻ പോകണ്ട, ചീത്തയായ കാര്യങ്ങളും പറയാൻ പോകണ്ട, അവരോട് സഹകരിക്കുകയും വേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമില്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരോട് അടുക്കാൻ പറ്റുന്നില്ല, പഴയ പോലെ ഒരു സൗഹൃദം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു സ്നേഹം നിങ്ങൾക്ക് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ വേണ്ട. നിങ്ങൾ ദേഷ്യം കൊണ്ട് മനസ്സിൽ നടക്കാതിരിക്കുക, അല്ലെങ്കിൽ വൈരാഗ്യ ബുദ്ധി, അവരെന്ത് നമ്മളെക്കുറിച്ച് പറഞ്ഞോട്ടെ, കഴിഞ്ഞതൊക്കെ അവർ പറഞ്ഞു നടന്നോട്ടെ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കൊള്ളത്തില്ലെന്ന് പറഞ്ഞോട്ടെ, നമ്മളെക്കുറിച്ച് പരദൂഷണ ഏഷണ ഇല്ലാത്തതും ഉള്ളതും ഒക്കെ പറഞ്ഞോട്ടെ, ഇതൊന്നും മൈൻഡ് ചെയ്യാൻ നമുക്ക് സമയവും ഇല്ല. നമ്മളുടെ സമയം നമ്മൾ അതിനു വേണ്ടി പാഴാക്കാനും പാടില്ല. നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, നമ്മളുടെ ജീവിതം, നമ്മളുടെ ലൈഫ് സ്റ്റൈല്, നമ്മൾക്ക് എന്തെല്ലാം നേടണം, ഇതൊക്കെ നമ്മൾ ചിന്തിക്കുക, നമ്മൾക്ക് വേണ്ടി ചിന്തിക്കുക. ആരോടും വൈരാഗ്യവും വ്യക്തിപരമായ എന്തെങ്കിലും വിദ്വേഷമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പാടെ ഒഴിവാക്കുക. നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ട് യാതൊരുവിധ കോണ്ടാക്റ്റും ഇഷ്ടമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സോളിനെ, നിങ്ങളുടെ ആ ഒരു മനസ്സിനെ പരിശുദ്ധമാക്കാൻ വേണ്ടി നിങ്ങളൊരു പേനയും പേപ്പറും എടുത്ത് 7 ദിവസം കൃത്യമായിട്ട് ഇത് ചെയ്യണം കേട്ടോ. 7 ദിവസം നിങ്ങൾ കൃത്യമായി എഴുതുക, ആ ഒരു വ്യക്തിയുടെ പേര് എഴുതുക. അദ്ദേഹത്തോടുള്ള എൻ്റെ പകയും വിദ്വേഷവും എല്ലാ നെഗറ്റീവ് ചിന്തകളും ഞാൻ ഒഴിവാക്കുന്നു എന്ന് എഴുതണം കേട്ടോ. എങ്ങനെയാണ്? ആ ഒരു വ്യക്തിയുടെ പേര് എഴുതുക, അദ്ദേഹത്തോടുള്ള എൻ്റെ പകയും വിദ്വേഷവും എല്ലാ നെഗറ്റീവ് ചിന്തകളും ഞാൻ ഒഴിവാക്കുന്നു എന്ന് 7 ദിവസം 7 പ്രാവശ്യം വീതം എഴുതണം കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മളുടെ ഉള്ളിനുള്ളിലുള്ള ആ ഒരു അവരെക്കുറിച്ചുള്ള ആ ഒരു ചിന്താഗതികളും ആ ഒരു ഇഷ്ടക്കേടും ഒക്കെ അങ്ങ് നമ്മളുടെ മനസ്സിൽ നിന്ന് തന്നെ തുടച്ച് നീക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. ആ ഒരു രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ അവരെക്കുറിച്ച് യാതൊന്നും ചിന്തിക്കാൻ ഇഷ്ടമില്ലായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി വന്ന് നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നമുക്കിതൊന്നും കേൾക്കാൻ താല്പര്യമില്ല. നിങ്ങൾ അന്നേരം തന്നെ തുറന്ന് പറയുക, ഇത് ഞാൻ അവരെക്കുറിച്ച് ഞാൻ പറയാനും ചിന്തിക്കാനും ഒന്നും എനിക്കിഷ്ടമില്ല, അവരെക്കുറിച്ചൊന്നും എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്ന് വിട്ടുകളയുക. നിങ്ങളൊന്നും മനസ്സിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. നിങ്ങൾ ആ ഒരു ഭാഗവേ ഉപേക്ഷിച്ചേക്കുക.
ഒരു കണ്ടാൽ ഒരു ചെറിയ ചിരിയിൽ ഒതുക്കുക. നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ഫ്രീക്വൻസി ഉയർത്തിയെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന പണമായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വീടായിക്കോട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി ആയിക്കോട്ടെ, ഇതിനൊക്കെ ഒരു ഫ്രീക്വൻസി ലെവൽ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഈ ഒരു ഫ്രീക്വൻസി ലെവലുമായിട്ട് നമ്മളുടെ ഉപബോധ മനസ്സിന്റെ ഫ്രീക്വൻസി ഉയർത്തിയെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മൾ അലൈൻ ചെയ്തെങ്കിൽ മാത്രമേ നമ്മളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഈ ആഗ്രഹിക്കുന്ന വസ്തുവും കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് വരുവുള്ളൂ കേട്ടോ. അപ്പം നമ്മളുടെ ഈ അലൈൻ അല്ലെങ്കിൽ നമ്മളുടെ ഫ്രീക്വൻസി ഉയർത്തണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളുടെ മനസ്സ് വളരെ, അല്ലെങ്കിൽ നമ്മളുടെ ഉപബോധ മനസ്സ് വളരെ ക്ലീൻ ആയിരിക്കണം. ഒരു ഒഴുകുന്ന തെളിഞ്ഞ പുഴയില്ലേ, അതേപോലെ ആയിരിക്കണം നമ്മളുടെ അവസ്ഥ. ഈ പ്രപഞ്ചം ആഗ്രഹിക്കുന്നത് നമ്മൾ വളരെ കൂളായിട്ട്, വളരെ കാമായിട്ട്, ശാന്തമായിട്ട് നമ്മൾ ജീവിക്കാനാണ് പ്രപഞ്ചം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തി എന്താഗ്രഹിച്ചാലും ഈ പ്രപഞ്ചം കൊടുക്കാൻ തയ്യാറാണ്. അപ്പം പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കിട്ടാത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ പ്രപഞ്ചം ആഗ്രഹിക്കുന്നത് ഒരു ചിത്രശലഭത്തെ പോലെ നമ്മൾ പാറി പറന്ന് നടക്കുന്നതാണ്. നമ്മൾ ഒരു ചിത്രശലഭമായിട്ട് അതിൻ്റെ പുറകിൽ ഒരു വലിയ ഒരു 10 കിലോ 20 കിലോ ഉള്ള വെയിറ്റുള്ള കല്ല് രണ്ടും കെട്ടി തൂക്കിയിട്ടാൽ ഈ ചിത്രശലഭത്തിന് പറക്കാൻ പറ്റുമോ? ഇല്ലല്ലേ. അതേപോലെ നിങ്ങൾ സങ്കല്പിക്കുക, നമ്മളിതെല്ലാം ചുമന്ന് നമ്മൾ ഈ നെഗറ്റീവ് ചിന്തകളും ഈ നെഗറ്റീവ് ആളുകളുടെയൊക്കെ സാമീപ്യമൊക്കെ ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ചൊക്കെ ഇതും ചുമന്നുകൊണ്ട് ഇങ്ങനെ നടക്കുക. പിന്നെ നമ്മൾക്ക് എങ്ങനെയാണ് ഒരു ഉയർച്ച ഉണ്ടാകുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഉയർച്ച ഉണ്ടാകുന്നത് ജീവിതത്തിൽ? അപ്പൊ ഈ ഒരു ഭാരം നമ്മൾ ഇറക്കി വെച്ചെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വിട്ട് കളഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് നല്ല എന്താ പറയുക എനർജിയോടുകൂടി വളരെ ഒരു ചിത്രശലഭം നന്നായിട്ട് പറക്കുന്ന കണ്ടിട്ടില്ലേ? അതൊരു ഭാരം ഉണ്ടെങ്കിൽ അതിന് പറക്കാൻ കഴിയില്ല എന്ന് പറയുന്ന പോലെ നമുക്ക് പറന്ന് നമ്മളുടെ ആഗ്രഹങ്ങളിലേക്ക് എത്തിപ്പെടണം, അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് നടക്കണം, നമ്മുടെ മനസ്സ് ശാന്തമായി കൂളായിരിക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നെഗറ്റീവ് ചിന്തകളും നെഗറ്റീവ് ആളുകളും ഒക്കെ നമ്മൾ വിട്ട് കളയണം കേട്ടോ. നിങ്ങൾ ഇങ്ങനൊന്ന് ചെയ്തു നോക്കിക്കേ. നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ഭാരവും മാറ്റി വെച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുക, നല്ലത് മാത്രം ചിന്തിക്കുക. മറ്റുള്ളവർക്ക് എന്തെങ്കിലും നന്മ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചിന്തിക്കുക. നിങ്ങളുടെ കാര്യമായിട്ട് മുൻപോട്ട് പോവുക. ഇങ്ങനെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഒക്കെ ചെയ്തിട്ടേ കാര്യമുള്ളൂ കേട്ടോ. അല്ലാതെ നിങ്ങൾ എന്തൊക്കെ ടെക്നിക്സ് ചെയ്തിട്ടും ഒരു കാര്യവും ഇല്ല. നിങ്ങൾ പ്രയോജനം ഉണ്ടാകുകയില്ല, വെറുതെ സമയം പോവും എന്നുള്ളതല്ലാതെ യാതൊരു പ്രയോജനം ഉണ്ടാകുകയില്ല. മോഹൻലാൽ സാർ, നമ്മളുടെ സിനിമാ നടൻ, മെഗാ സ്റ്റാർ ആയിട്ടുള്ള മോഹൻലാൽ പറഞ്ഞിരുന്നു ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ആരോടും വിദ്വേഷം വെക്കാറില്ല, അല്ലെങ്കിൽ ആരോടും പിണക്കം അല്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ട് അദ്ദേഹം കൊണ്ടു നടക്കാറില്ല. കാരണം അദ്ദേഹം അങ്ങനെ കൊണ്ടു നടക്കാത്തതിൻ്റെ കാരണം തന്നെ അദ്ദേഹത്തിൻ്റെ മാനിഫെസ്റ്റേഷൻ, അല്ലെങ്കിൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന എന്തും അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിക്കുന്നു. അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്, എന്താഗ്രഹിച്ചാലും അത് പ്രപഞ്ചം തരും. കാരണം അദ്ദേഹത്തിൻ്റെ സോള് അല്ലെങ്കിൽ ആ ഒരു ആത്മാവ് അത്രയ്ക്കും അദ്ദേഹം വിശുദ്ധമായിട്ടാണ് കൊണ്ടു നടക്കുന്നത്. അതിൽ ആവശ്യമില്ലാത്ത യാതൊരു കാര്യങ്ങളും, നെഗറ്റീവായിട്ടുള്ള ആളുകളുടെ സാമീപ്യം, പഴയ കാര്യങ്ങളും ഒന്നും അദ്ദേഹം കൊണ്ടു നടക്കാറില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് കേട്ടോ. അതുപോലെ തന്നെയായിരിക്കും നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ എന്തെല്ലാം നേടിയെടുക്കാൻ സാധിക്കുമല്ലോ ഈ ജീവിതത്തിൽ. വെറുതെ ഒരു ജീവിതം ഇങ്ങനെ ജീവിച്ച് പാഴായി കളയാതെ എന്തെങ്കിലുമൊക്കെ നമ്മളുടെ കുടുംബത്തിന് വേണ്ടി, നമുക്ക് വേണ്ടിയും ഒക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, നല്ല രീതിയിൽ ജീവിക്കുക. സമാധാനമായ ഒരു ജീവിതമാണ് കേട്ടോ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതേ രീതിയിൽ സമാധാനമായിട്ട് നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ, എന്നെ കാണുന്ന ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.